ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ്. സ്ക്രാപ്പ് ബിസിനസ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. സ്ക്രാപ്പ് ബിസിനസ് നിങ്ങൾക്കിപ്പം എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഒരു ഷോപ്പ് വെച്ച് തുടങ്ങാം. അല്ലാതെ ആണെങ്കിൽ വേറൊരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് റൂട്ടിൽ പോയി ചെയ്യാം. അല്ലാതെ നമുക്ക് ഓൺലൈനിൽ കൂടെ ചെയ്യാം. അല്ലാതെ നമുക്ക് സ്ക്രാപ്പ് ടെൻഡറായിട്ടുണ്ട്. ഇങ്ങനെ ഒരു 4 ടൈപ്പായിട്ട് നമുക്ക് സ്ക്രാപ്പ് ബിസിനസ് ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സ്ക്രാപ്പ് ബിസിനസ് ഷോപ്പ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ ഏരിയയിലെ അടുത്തുള്ള എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് ടു ഒരു 10 സെൻറ്റ് അതിൻ്റെ അനുസരിച്ചുള്ളൊരു സ്ഥലം നമ്മൾ നോക്കി വയ്ക്കുക. അവിടെ നമുക്ക് തുടങ്ങാൻ പറ്റും. അവിടെ നമുക്ക് അനുസരിച്ചുള്ള വാടക നമുക്ക് ഒരു 5,000 മുതൽ മാക്സിമം നമുക്കൊരു 10,000 രൂപത്തുള്ളൊരു വാടക, അഡ്വാൻസ് ഒരു 1,00,000 രൂപ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ 1,00,000 രൂപ ആവുമെന്ന് കട അഡ്വാൻസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു 2,00,000 ടു ഒരു 5,00,000 രൂപ നമ്മളെ കൈ വെച്ചിക്കണം. ഈ സാധനം എടുക്കാനാണ് വരുന്ന ഒരു സാധനം കൊണ്ട് തരുന്നവരെ. ചിലപ്പോൾ ഒരാൾ ഒരു 10-100 കിലോ സാധനം കൊണ്ടുവന്ന് കട കൊടുക്കാൻ ശേഷം നമുക്ക് സാധനം വാങ്ങാൻ നമുക്കൊരു അമൗണ്ട്, നിശ്ചിത എമൗണ്ട് വേണം. അതാണ് ഒരു മാക്സിമം ഒരു എമൗണ്ട് പറഞ്ഞാൽ 2,00,000 ടു ഒരു 5,00,000 അകത്തുള്ള ഒരു എമൗണ്ട് നമുക്ക് വേണം. പിന്നെ ഈ സാധനം നമ്മൾ എവിടെ കയറ്റണം അത് നമ്മൾ കുറച്ചൊന്ന് അന്വേഷിക്കണം, റിസർച്ച് ചെയ്യണം. ഇത് നമുക്ക് എവിടെയൊക്കെ വാങ്ങാൻ പറ്റും, ഇത് എവിടെയൊക്കെ വാങ്ങും, ഇത് എവിടെയൊക്കെ വിൽക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് റിസർച്ച് ചെയ്യണം. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കോഴ്സിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ സ്ക്രാപ്പിൻ്റെ കോഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വാങ്ങാം, എങ്ങനെയൊക്കെ വിൽക്കാം എന്നുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് നമുക്കൊരു മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 10% തൊട്ട് ഒരു 30 കടയൊക്കെ ആണെങ്കിൽ ഒരു 10 to 20%. നമ്മളിപ്പോൾ സൈറ്റിൽ പോയി സാധനം എടുക്കുവാണെങ്കിൽ അതിന് വേറെ പ്രോഫിറ്റാണ്. ഒരു മാക്സിമം 50%, ചിലപ്പോൾ 50% കിട്ടും, ചിലപ്പോൾ 30% കിട്ടും. ഈ ബിസിനസ്സിൽ നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് എന്ന് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ഇത് അളക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് അല്ല. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 500 ആയിരിക്കും അന്ന് കിട്ടണം. ചില ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ക് പോലെ ചിലപ്പോൾ 5,000 ആയിരിക്കും കിട്ടണം, ചിലപ്പം 10,000 ആയിരിക്കും കിട്ടണം. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ നമുക്കിപ്പം എങ്ങനെ പ്രോഫിറ്റ് കിട്ടുമെന്ന് അളക്കാൻ പറ്റാത്ത ഒരു ബിസിനസ് ആയതുകൊണ്ട് നമുക്കൊരു മിനിമം ഞാൻ മിനിമം കണക്കാണ് പറഞ്ഞ് ഒരു 10% എന്നിട്ട് ഒരു 30% നമുക്ക് എവിടെയായിരുന്നാലും കിട്ടും. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞതിൽ ഷോപ്പായി അടുത്ത ഓൺലൈൻ ബിസിനസ്. ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്യം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അതുവഴി കസ്റ്റമറിൻ്റെ വീട്ടിൽ പോയി സാധനം എടുക്കുന്നത്. അത് നമുക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ചെയ്യുന്ന ആ മോഡലാണ് ചെയ്യുന്നത്, കൂടുതലായിട്ടും ചെയ്യുന്നത് ഓൺലൈനിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ബിസിനസ്സൊക്കെ ഓൺലൈൻ വഴിയാണ് പിടിക്കുന്നത്. അതും ഈ കോഴ്സിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. പിന്നെ മൂന്നാമത്തത് ടെൻഡർ ബിസിനസ്. പറഞ്ഞാൽ ഒരുപാട് സൈറ്റ് ഉണ്ട്. ഈ നമ്മളെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ മതി. അതിനകത്തൊക്കെ പേയ്മെൻറ്റൊക്കെ അടക്കിയ ആളാണ്. അത് കുറച്ച് പണിയാണ്, കുറച്ച് പ്രോസസ്സിങ് ആണ്. ഈ സ്ക്രാപ്പ് ബിസിനസ്സിനൊക്കെ പഠിച്ച ശേഷമൊക്കെ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ആ ബിസിനസ്സും ചെയ്യാം. പിന്നെ ഈ വണ്ടികളൊക്കെ ലേലം പിടിക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ അതും ഒരുപാട് സൈറ്റുണ്ട്. അതും ഓൺലൈൻ സൈറ്റ് തന്നെയാണ്. അതുവഴി നിങ്ങൾക്ക് സാധനം എടുക്കാൻ പറ്റും. സാധനം എടുക്കാന്ന് പറഞ്ഞാൽ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ പറഞ്ഞു തരുന്നതാണ്. ഈ സ്ക്രാപ്പ് ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നും ഇത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമെന്നും അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. ഇപ്പം നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് എങ്ങനെ വാങ്ങണം, എങ്ങനെ വിൽക്കണം, നമുക്ക് അതാണ് ഇത് പഠിക്കേണ്ട മെയിൻ കാരണം. അതാണ് ഞാൻ ഇതിനകത്ത് കോഴ്സിനകത്ത് പഠിപ്പിച്ചു തരണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫാന് വാങ്ങിച്ച് നമ്മൾ ഫാൻ എങ്ങനെ വിൽക്കണം, അതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അതിന് എങ്ങനെയാണ് ലാഭം ഉണ്ടാവുന്നത് അത് പറഞ്ഞു തരും. അതുപോലെ തന്നെ മിക്സിക്കകത്ത് എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്, അതെന്തൊക്കെയാണ് ഐറ്റങ്ങൾ, നമുക്ക് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാൽ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫാനിൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതിനകത്ത് എന്തൊക്കെ ലാഭം കിട്ടും അത് പറഞ്ഞു തരും. അതുപോലെ ഗ്രൈൻഡർ എല്ലാം നമുക്കിപ്പം AC അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഇപ്പം AC ഒക്കെ ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ മോട്ടറുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുമ്പ് തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസിനെ പറ്റിയ കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ലാഭം വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് വിൽക്കേണ്ടത്, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ പറ്റുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം. ഈ ബിസിനസ് ചെയ്ത് ഒരു നാളും നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്.
ഇത് പഠിച്ച് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നാളും നഷ്ടം വരില്ല. ഇത് ഞാൻ അതുപോലെയാണ് പഠിപ്പിച്ച് തരുന്നത്, അല്ലാതെ നഷ്ടം വരുന്ന പോലെ ഞാൻ പഠിപ്പിച്ച് തരത്തില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗ്യാരൻ്റിയാണ്. നിങ്ങൾ ഇത് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും. ഇത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിക്കാൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേർക്ക് ജോലിയില്ല, ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അപ്പോൾ ഒരുപാട് പേർക്ക് ശമ്പളം തികയുന്നില്ല. അതുകൊണ്ട് ആണ് ഞാൻ ഈ ബിസിനസ്സിനെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാമെന്നാണ് ആഗ്രഹിച്ചത്. അതാണ് മെയിൻ റീസൺ തന്നെ. പിന്നെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ഇപ്പം ഈ കേരളത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ജോലിയില്ല. പിന്നെ ഈ ജോലി ചെയ്യാൻ ഒരുപാട് പേർക്ക് നാണക്കേടുണ്ട്. ഈ നാണക്കേട് പ്രതീക്ഷിച്ച് ഈ ജോലി ചെയ്യാതിരിക്കാൻ നല്ലത്. പിന്നെ നാണക്കേടൊക്കെ മാറ്റി ഇറങ്ങിയാൽ നിങ്ങൾക്ക് നല്ലത്, പൈസ ഒരുപാട് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മിനിമം ഉണ്ടാക്കാം. നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ഹാർഡ് വർക്കും നല്ല ഒരുപാട് പരസ്യവും നിങ്ങൾ നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറകെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉണ്ടാക്കാൻ പറ്റും. തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിക്ക് ഉണ്ടാക്കാം, ഇൻകം ഉണ്ടാക്കാം. എന്നാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇൻകം ഉണ്ടാക്കാം. ഇത് പഠിച്ച് ഒരുപാട് പേര് നല്ല നിലയ്ക്ക് എത്തിയ ഒരുപാട് പേര് എനിക്ക് തന്നെ അറിയാം. ഒരുപാട് പേരുണ്ട് ഈ ഫീൽഡിൽ വിജയിച്ചത്. ഈ ഫീൽഡിൽ പൂട്ടിപ്പോയ ആളുകളുടെ എണ്ണം അപൂർവം കുറവാണ്. അത് അവരുടെ മിസ്റ്റേക്ക് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് പൂട്ടിപ്പോയത്. ഇപ്പോൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂട്ടിപ്പോകുന്ന ഒരുപാട് പേര് കണ്ടിട്ടില്ലേ? അതുപോലെ എവിടെയെങ്കിലും നിങ്ങൾ ഈ സ്ക്രാപ്പ് ബിസിനസ് ചെയ്ത് പൂട്ടിപ്പോയ ആളുകളുടെ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. ഇതിനകത്ത് കുറച്ച് ആളുകൾ മാത്രമേ, അത് അവരുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം ആയിരിക്കും, ഇത് അവരെ ദൂർത്തോ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം മാത്രമേ ഇത് പൊളിയാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാതെ ഇത് 100% വിജയിക്കും. പിന്നെ ഈ ഫീൽഡിൽ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ട്. ബട്ട് എന്നാലും നിങ്ങൾ ഈ ബിസിനസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാലും ലാഭമാണ്. നിങ്ങൾക്ക് എന്നാലും ഇത് ഉപകരിക്കും. ഒരു നാൾ നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. ഞാൻ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്കൊരു 1 ഇയർ സമയമുണ്ടല്ലോ, ഈ കോഴ്സിൻ്റെ 1 ഇയറാണ് സമയം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യും. താല്പര്യമുള്ള ആളുകൾ എൻ്റെ കോഴ്സിൽ ബന്ധപ്പെടുക, വിളിച്ചാൽ മാത്രം മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. എന്താണെന്ന്, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പം എല്ലാവർക്കും ബൈ.